ADSO എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. ആ സംഘടനയിൽപ്പെട്ട വനിതകളായ പ്രവർത്തകരെ ഇവര് ചൂലിന് സെൻട്രൽ സെക്രട്ടറിയിട്ട് ഓടിച്ചിട്ട് അടിച്ചിട്ടുണ്ട് SFIക്കാര്. അവര് ഇടതുപക്ഷത്തിന്റെ തന്നെ വേറെ ഒരു ഇതാണ്. പക്ഷെ ഞാൻ അതാണ് പറഞ്ഞത്. അതേപോലെ AISF കൊടിമരയിടാൻ പോയപ്പോ അവരെ ഓടിച്ച് അടിച്ചിട്ടുണ്ട് ഇവര് AISF CPIയുടെ സംഘടനയാണ്. അവരെ പോലെ ഇവര് മൃഗീയമായി നേരിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എല്ലാ ക്യാമ്പസിലും, മിക്ക ക്യാമ്പസിലും നേതാക്കന്മാർ SFIനെ ഹൈജാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നേതാക്കന്മാർ കാണിച്ചു കൊടുക്കുന്നത് ഇതാണ്. ഈ ഫസ്റ്റ് ഇയർ വരുന്ന വിദ്യാർത്ഥികൾക്ക് ഇതൊന്നും അറിയില്ല. ഫസ്റ്റ് ഇയർ വരുന്ന വിദ്യാർത്ഥികൾ മുമ്പേ നല്ല ചെട്ടന്മാർ മുണ്ടൊക്കെ കൊടുത്ത് അടിപൊളിയായിട്ട് വരുന്നു എന്നുള്ള രീതിയിൽ കാഴ്ചപ്പെടാണ്. ഇവരുടെ തന്നെ ഒരു വിങ് റാഗ് ചെയ്യാൻ വിടും, ഇവർ തന്നെ എന്നിട്ട് രക്ഷപ്പെടുന്നു. ഈ ഫസ്റ്റ് ഇയർ പിള്ളേര് സെക്കൻഡ് ഇയർ ആകുമ്പോൾ ഇത് തിരിച്ചറിയണേ. ഈ ഫസ്റ്റ് ഇയേഴ്സിന്റെ ഓട്ടം കൊണ്ടാണ് എല്ലാ സ്ഥലത്തും ഇവർ ജയിച്ചുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഇയേഴ്സിന്റെ ഓട്ടം എങ്ങോട്ട് ബൾക്കായിട്ട് വീണോ 90% അടുത്ത് വീണോ അവര് ജയിക്കും. ഞാൻ മത്സരിച്ചപ്പോ ഫസ്റ്റ് ഇയേഴ്സിന്റെ വോട്ട് എനിക്ക് വീണു. ഞാൻ അതിനനുസരിച്ച് ക്യാമ്പ് ചെയ്ത്, ഞങ്ങൾ ഒരു വർഷം മുമ്പ് തന്നെ പ്ലാൻ ചെയ്തിട്ട് ക്യാമ്പ് ചെയ്തു. ഇപ്പൊ മഹാരാജാസ് കോളേജിലെ വിജയം എന്തുകൊണ്ടാണ് ഇത്ര ഇതാവാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ മഹാരാജാസ് കോളേജില് ഓപ്പോസിഷൻ നിൽക്കുന്ന പാർട്ടിക്കാർ അനുഭവിക്കുന്ന വേദനകളും പീഡനങ്ങളും അറിയാവുന്നവരുണ്ടാണെന്ന് ചർച്ച ചെയ്യപ്പെട്ട അന്നത്തെ പത്രമാധ്യമങ്ങളിലൊക്കെ ഇത് ചർച്ച ചെയ്തിരുന്നു. എന്നെ ആദ്യം വിളിച്ചത് PT തോമസ് MP ആണ്, മരിച്ചുപോയി. അദ്ദേഹമാണ് എന്നെ അത് വിളിച്ചത്.